നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട സർക്കാരും കോടതിയും തമ്മിലുള്ള നിയമ പോരാട്ടം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. പമ്പയിലെയും സന്നിധാനത്തെയും സുപ്രധാനമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ 13ാം പ്രതിയായി ചേർക്കപ്പെട്ട തന്ത്രിക്ക് അനുകൂലമായ വിധി വന്നത് അന്വേഷണത്തിന് തുടർന്നുള്ള നീക്കങ്ങളെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുകയും തന്ത്രിക്ക് ഔദ്യോഗികമായിട്ട് നോട്ടീസ് അയക്കാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു. ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലുമൊക്കെ തന്നെ വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിൽ വിചാരണ കോടതിയുടെ നടപടികളെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. കേസ് ഡയറിയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സുപ്രധാന രേഖകളോ കൃത്യമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചതെന്നാണ് സർക്കാരിൻ്റെ പ്രധാന പരാതി. അന്വേഷണം നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രതിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലുള്ള കോടതി നിരീക്ഷണങ്ങളൊക്കെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനും തുടരന്വേഷണത്തിനുമൊക്കെ തന്നെ വലിയ തടസ്സമാകുമെന്നും പ്രോസിക്യൂഷൻ ഇവിടെ ഭയപ്പെടുന്നുണ്ട്. തന്ത്രിക്കെതിരെ തെളിവുകളുടെ കണിക പോലും ഇല്ലെന്ന കോടതിയുടെ പരാമർശം അന്തിമവിധിയുടെ സ്വഭാവമുള്ളതാണെന്നും ഇത് കേസിനെ ദുർബലപ്പെടുത്തുമെന്നും സർക്കാർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ തന്നെ നീതിയുക്തമായിട്ടുള്ള വിചാരണ ഉറപ്പാക്കാൻ ഈ ഒരു ജാമ്യ ഉത്തരവ് അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ശ്രീകോവിൽ വാതിലിലെ സ്വർണം പൂശിയ പാളികൾ മാറ്റുന്നതിലും അവ ദുരുപയോഗം ചെയ്യുന്നതിലും തന്ത്രിക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായിട്ട് സർക്കാരിൻ്റെ എത്തുന്നത്. 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും മറ്റ് ഇടനിലക്കാരുമായിട്ടും ചേർന്ന് തന്ത്രി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന് ശാസ്ത്രീയമായിട്ട് തെളിവുണ്ടെന്ന് ഹർജിയിൽ അവകാശപ്പെടുന്നു. വാതിലിലെ ചെമ്പ് പാളികളിൽ സ്വർണം പതിപ്പിച്ചതാണെന്ന കാര്യം തന്ത്രിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ ദേവസ്വം അധികൃതർ ഇവയെ വെറും ചെമ്പ് പാളികളെന്ന് മാത്രം ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് തിരുത്താനോ അല്ലെങ്കിൽ ബോർഡിനെ അറിയിക്കാനോ തന്ത്രി തയ്യാറായില്ലെന്നും ഇത് കുറ്റകരമായിട്ടുള്ള മൗനമാണെന്നും സർക്കാർ ആരോപിക്കുന്നു. ഈ വീഴ്ച സ്വർണ്ണ കവർച്ചയ്ക്ക് കളമൊരുക്കിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള വാദങ്ങളും പൊതുമധ്യത്തിൽ ഉയരുന്നുണ്ട്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കും ചില സ്പോൺസർമാർക്കും ഈ കവർച്ചയിൽ പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ നേരത്തെ മൊഴി നൽകിയിരുന്നതായിട്ടും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളെയും തൊടാതെ മന്ത്രിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനായിട്ട് പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിശ്വാസികളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകളും ഒരുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത്. ശബരിമല വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സർക്കാരിനും സൈബർ വിങ്ങിനുമൊക്കെ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ ആയുധമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കരുതുന്നു. ആചാര സംരക്ഷകരെന്നും ദൈവിക കാര്യങ്ങൾ നോക്കുന്നവരെന്നും അറിയപ്പെടുന്നവരെ മോഷ്ടാക്കളായിട്ട് ചിത്രീകരിക്കുന്നതിലൂടെ സർക്കാരിനെതിരെയുള്ള വികാരം തണുപ്പിക്കാമെന്നാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ വിശ്വാസി സമൂഹത്തെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ഉപകരിക്കുമെന്ന് UDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകുന്നു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരാനിരിക്കുന്ന ഭരണമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ സർക്കാർ വന്നാൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിയമത്തിന് മുന്നിൽ വരുമെന്ന പ്രതീക്ഷയിലാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 ഹർജികളും ഹൈക്കോടതി ഒന്നിച്ച് പരിഗണിക്കാനിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കിയ വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2ാമത്തെ കേസിൽ സർക്കാർ നീക്കം. സർക്കാരിൻ്റെയും തന്ത്രിയുടെയും വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് കോടതി സ്വീകരിക്കുന്ന നിലപാട് ശബരിമല കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്നും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയൊക്കെ തന്നെ പങ്ക് കോടതി പരിശോധിക്കുമോ എന്നും കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. നീതിപീഠത്തിന്റെ ഇടപെടൽ വഴി യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ വിശ്വാസി സമൂഹം.